അത് ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തുണ്ടാക്കുമെന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതാ കയ്യിൽ നെല്ലിക്ക. ഇന്നിപ്പോൾ ഇതുകൊണ്ടാവാ പരീക്ഷണം അല്ലേ. അത് റീൽസും തോണ്ടിയിരുന്നപ്പോൾ കിട്ടിയതാണ് നെല്ലിക്ക രസത്തിൻ്റെ റെസിപ്പി. അതിനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് നമുക്ക് ഇതേപോലെ കീറിയെടുത്തതിന് ശേഷം അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 2 നെല്ലിക്ക, അതിനകത്ത് കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് എന്നിവ ചേർത്ത് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്ത് തട്ടിക്കൊടുത്താൽ മാത്രം പോരാ. മൂത്ത് വരണത് വരെയും കടുക് വറ. ഇനിയാണ് മെയിൻ സംഭവം. ഈ ചീനിച്ചട്ടിയുടെ അടുത്തായിട്ടൊരു കുക്കർ ഇരിക്കുന്നല്ലോ, അതിനകത്താണ് മെയിൻ സാധനം ഇരിക്കുന്നത് കേട്ടോ. അതിനകത്ത് 2 നെല്ലിക്കയും കുറച്ച് പരിപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ആ വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കണം. ആണ് ഞാൻ പറഞ്ഞ സാധനം. ഇതങ്ങോട്ട് ഒഴിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് ഇളക്കി കൂടെ കൊടുക്കണം. ഇതിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പുപൊടി, അപ്പോൾ ഇങ്ങനെയുള്ള പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഒരല്പം പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചാറും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് വെൽ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കായം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയോ ഉപ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടാം. പിന്നെ ഇതിലൊരു പ്രധാന കാര്യം, നമുക്ക് രസം ഉണ്ടാക്കണമെങ്കിൽ തക്കാളി വേണം, പിന്നെ മല്ലിയില വേണം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം മതി. ഇത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം. നിങ്ങളാരും ഒന്നും വിചാരിക്കില്ല, ഞാൻ ഒരു സത്യം പറയാം, എനിക്ക് കുറച്ച് വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണ്. അതെ, എന്തായാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നത്, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.